ഹലോ ഗായ്സ്, ഞങ്ങളിപ്പോൾ ഉള്ളത് തൃശ്ശൂർ വൈമാളിലാണ്. അപ്പം ഞങ്ങൾ വന്നതിൻ്റെ യാത്രാക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ അവിൽ മിൽക്കും ഫ്രഞ്ച് ഫ്രൈസും വാങ്ങിച്ചു കഴിച്ചു. അപ്പം ചേച്ചിയും ചേട്ടന് ആമി, കിച്ചു, നിധി എല്ലാവരും ഉണ്ട്. ഞങ്ങൾ മൂന്നാളും മാംഗോ അവിൽ മിൽക്കും കിച്ചുവിന് ചോക്ലേറ്റ് അവിൽ മിൽക്കുമാണ് വാങ്ങിച്ചത്. ഞങ്ങൾ പിന്നെ ഫണ്ടൂറയിലേക്ക് പോയി. എല്ലാം കണ്ട് ഭയങ്കര സന്തോഷമാണ് മൂന്ന് പേർക്കും. പിന്നെ ഇപ്പം പുതിയ കുറേ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. നേരത്തെ വന്നപ്പോൾ ഇത്രയും ഇതൊന്നും ഇല്ലായിരുന്നു. പിന്നെ കിച്ചു റേസിങ്ങിന് കയറി. നിധി ആമിയും ചെറുതെ ബൈക്കിലിരുത്തി ഞങ്ങൾ. കിച്ചു ഇരിക്കുന്ന കണ്ടിട്ട് നിധിക്കും ആമിക്കും ഇരിക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുത്തിയതാണ്. അവർക്കത് ഇരുത്തിയപ്പോൾ ഭയങ്കര സന്തോഷമായി. ആമിയും നിധിയും കൂടെ ഞങ്ങൾ ഇനി അടുത്ത ഇതിലേക്ക് കയറ്റി. ആമി ഡ്രൈവ് ചെയ്യുന്നുണ്ട്. നിധി ആണെങ്കിൽ കീബോർഡ് വായിക്കുന്ന പോലെയൊക്കെ ചെയ്യുന്നുണ്ട്. കീബോർഡാണെന്ന് വെച്ചിട്ടാണ് വായിക്കുന്നത്. അനക്ക് വണ്ടി ഓടിക്കാൻ അറിയോളൂ? ചെറുപ്പം മുതൽ BMW ബെൻസൊക്കെ ഓടിക്കാൻ എന്നോടാ ഈ വണ്ടി ഓടിക്കാൻ അറിയുള്ളൂ. ഇതൊക്കെ ഞാൻ എന്റെ 1.5 വയസ്സിൽ പാപ്പാന്റെ മടി കുത്തിന്ന് ഓടിക്കും. എടാ കാറ് ഞാൻ ആ പുതിയപ്പ വളവ് വിട്ട് വളഞ്ഞൊരു 30-32 സ്പീഡില് ഇങ്ങോട്ട് വരുമ്പോ ഒരു ബസ് എന്ത് വരവറിയും. ബസ് ഇങ്ങോട്ട് വരല് ഞാനൊരു ഒറ്റ വെട്ടിക്കല. കിച്ചനാണ് ഗൈസ് ഫസ്റ്റ് വിന്നർ. ഇതുപോലത്തെ വണ്ടി നീ ഓടിച്ചിട്ടുണ്ടോടാ? വാദർന്ന് പറയടാ. എടാ താഴിക്കാരൻ നിന്നോടാ ചോദിച്ചത്. എടാ ഊമയാണെങ്കിൽ വാദർന്ന് പറയടാ. ഇതുപോലത്തെ വണ്ടി ഓടിച്ചിട്ടുണ്ടോ എന്ന്. അവനെ കയറ്റി വിടറോ. എടാ കാര്യമായിട്ടാണ് ചോദിക്കുന്നത്. ഇതുപോലത്തെ വണ്ടി ഓടിച്ചിട്ടുണ്ടോ എന്ന് പറയാ. 10-15 ലക്ഷം രൂപയുടെ വണ്ടി ഓടിക്കുന്നത് നമ്മളോടാ. ഇവന്മാര് ചോദിക്കുന്നത് വണ്ടി ഓടിച്ചിട്ടുണ്ടോ. പിന്നെ കുറച്ചു നേരം നമ്മളിവിടെയൊക്കെ നിന്ന് ബോളൊക്കെ കളിച്ചിട്ട് എല്ലാവരും ജോയിൻ ചെയ്തു ബോൾ കളിക്കാൻ വേണ്ടിയിട്ട്. നിധിയൊക്കെ നോക്കിയിരിപ്പുണ്ടായിരുന്നു. പിന്നെ കിച്ചുവും കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് എല്ലാം ചെയ്തിട്ട് നമ്മൾ അടുത്ത സൈഡിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. പുതിയ കുറേ റൈഡ് വന്നിട്ടുണ്ട് അവിടെയൊക്കെ. ബാക്കി ഭാഗത്തിൻ്റെ ഫുൾ വ്യൂ ആണ് ഗൈസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ പാരാഗ്ലൈഡിങ് ഒക്കെ ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണെന്ന്, നേരത്തെ ഇല്ലായിരുന്നു ഇവിടെ. പിന്നെ ഇപ്പം എന്തേ കണ്ടോ, എല്ലാം അടിപൊളിയാക്കിയിട്ടുണ്ട്. ഒരു രാത്രിയൊക്കെ എൻജോയ് ചെയ്യാൻ നല്ല പിള്ളേർക്കൊക്കെ ഭയങ്കര അടിപൊളിയായിരിക്കും വന്നു കഴിഞ്ഞാൽ. പിന്നെ ആമിക്കുട്ടിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിധി ആമി ചെയ്യുന്നത് നോക്കിയൊക്കെ ഇരിപ്പുണ്ട്. ആമിക്കുട്ടി എന്നെ കെട്ടിപ്പിടിച്ചിരിക്കുമായിരുന്നു. കുറേ നേരം അതിനകത്ത് കെട്ടിപ്പിടിച്ചിരുന്നു. പിന്നെ ആമിക്ക് അതിനകത്തു നിന്ന് ഇറങ്ങാൻ ഭയങ്കര വിഷമമായിരുന്നു. നിധിയെ ആമീനെയും ഞങ്ങൾ കുറച്ച് നേരം ഈ റൈഡിലൊക്കെ ഇരുത്തി. നല്ല ലൈറ്റ്സും ഒക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. രണ്ടുപേരും എല്ലാം ഫുള്ള് നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ സമയം പോകുന്ന അറിയത്തേ ഇല്ല. കുറേ സമയം അങ്ങനെ ഇതിലൊക്കെ നടന്ന് പോയി. ഒത്തിരി സമയം ഞങ്ങളിവിടെയൊക്കെ നിന്നു. ആമിയും കിച്ചും ഫുൾ എക്സ്പ്ലോറിങ് ആയിരുന്നു. ആമി വീലൊക്കെ സ്പിൻ ചെയ്തൊക്കെ കളിക്കുമായിരുന്നു. കിച്ചുവും അതേപോലെ തന്നെയായിരുന്നു. കിച്ചുവും എല്ലാം പുതിയതെല്ലാം നോക്കുമായിരുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഞങ്ങൾ തിരിച്ചു പോവാണ്. ബൈ ബൈ, സീ യു.